നമസ്കാരം, റൺ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. ആർ ശങ്കർ CM സ്റ്റീഫൻ സ്മാരക കോൺഗ്രസ് ഭവനിൽ വെച്ച് KPCC വർക്കിംഗ് പ്രസിഡന്റായി നിയമിതനായ ശ്രീ PC വിഷ്ണുനാഥ് MLA വൻ സ്വീകരണം ഒരുക്കി. ഉദ്ഘാടനം ശ്രീ VM സുധീരൻ നിർവഹിച്ചു. നിലമ്പൂരിലെ UDFന്റെ വിജയത്തോടുകൂടി പിണറായി സർക്കാരിന് അന്ത്യം കുറിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. PC വിഷ്ണുനാഥ് ഭാവി കോൺഗ്രസിന്റെ പ്രതീക്ഷയാണെന്നും VM സുധീരൻ കൂട്ടിച്ചേർത്തു. KPCC വർക്കിംഗ് പ്രസിഡന്റായി നിയമിതനായ PC വിഷ്ണുനാഥ് MLA ജില്ലാ കോൺഗ്രസ് നൽകിയ സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ കോൺഗ്രസ് നേതൃത്വം ഏകകണ്ഠമായി അവതരിപ്പിച്ച സ്ഥാനാർത്ഥിക്കെതിരെ വ്യക്തിപരമായ പരാമർശം, മോശമായ പരാമർശം അൻവർ നടത്തിയതിന് എന്ത് ന്യായീകരണമാണുള്ളത്? UDFുമായി സഹകരിച്ചു പോകാനാണ് അദ്ദേഹം ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നതെങ്കിൽ ഒരു കാരണവശാലും UDF സ്ഥാനാർത്ഥിയെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള പരാമർശം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ലായിരുന്നു. ഈ കാര്യത്തിൽ വലിയ ഗുരുതരമായ വീഴ്ചയാണ് അൻവറിന് സംഭവിച്ചത്. UDFുമായി സഹകരിക്കാൻ താല്പര്യപ്പെടുന്ന ഒരാൾ ആത്മാർത്ഥമായി അതാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നതെങ്കിൽ UDFിനോട് ഈ സമീപനമാണോ സ്വീകരിക്കേണ്ടത്? UDFിനോട്, UDF സ്ഥാനാർത്ഥിയോട് അദ്ദേഹം സ്വീകരിച്ച നിലപാട് ഒരു കാരണവശാലും ആർക്കും അംഗീകരിക്കാൻ സാധിക്കുന്ന ഒരു നിലപാടല്ല. ആ നിലപാട് അദ്ദേഹം തിരുത്തണം. അദ്ദേഹം ആദ്യം ചെയ്യേണ്ടത് UDF സ്ഥാനാർത്ഥി ജനങ്ങൾ അംഗീകരിക്കുന്ന കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരും നേതൃത്വവും ഒരേ മനസ്സോടെ അംഗീകരിച്ച, കോൺഗ്രസ് ഹൈക്കമാൻഡ് അംഗീകരിച്ച സ്ഥാനാർത്ഥിക്കെതിരെ, ആര്യാടൻ ഷൗക്കത്തിനെതിരെ അൻവർ നടത്തിയ മോശമായ പരാമർശം ആദ്യമായി അദ്ദേഹം പിൻവലിക്കണം. ഔചിത്യം അദ്ദേഹത്തോട് ആവശ്യപ്പെടുന്നത് തൻ്റെ മോശമായ പരാമർശം ഇത്തരത്തിലുണ്ടായതിൽ നിർവ്യാജ്യമായ ക്ഷമാപണം നടത്താൻ അദ്ദേഹം തയ്യാറാകണം. അതാണ് ആദ്യം വേണ്ടത്. അതല്ലാതെ മാറി നിന്ന് UDFനെ വിമർശിക്കുക, UDF നേതൃത്വത്തെ വിമർശിക്കുക, UDF സ്ഥാനാർത്ഥിയെ അധിക്ഷേപിക്കുക, എന്നിട്ട് UDFിൽ വരണം എന്ന് പറയുന്നത് നിരർത്ഥകമായൊരു വാദമാണ്. അതുകൊണ്ട് UDFിൽ വരാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ആദ്യം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള വീഴ്ചകൾ തിരിച്ചറിഞ്ഞ് അത് തിരുത്താൻ തയ്യാറാകുക എന്നുള്ളതാണ് പരമപ്രധാനമായിട്ടുള്ള കാര്യം. അതല്ലാതെ ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ ബ്ലാക്ക്മെയിൽ ചെയ്ത്, അതല്ലാതെ UDF നേതൃത്വത്തെ വെല്ലുവിളിച്ചുകൊണ്ട് UDFിൻ്റെ ഭാഗമാകാം എന്ന് അദ്ദേഹം കരുതുന്നത് എത്രയോ മൗഢ്യമാണ്, ഒരിക്കലും പ്രായോഗികമല്ലാത്ത കാര്യമാണ്. ആദ്യം അദ്ദേഹം തിരുത്തട്ടെ, സ്ഥാനാർത്ഥിയെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള പരാമർശം പിൻവലിക്കട്ടെ, UDFിനെതിരായിട്ടുള്ള പരാമർശം പിൻവലിക്കട്ടെ. ആ രീതിയിൽ തെറ്റ് തിരുത്തി അദ്ദേഹം മുന്നോട്ട് വരാൻ തയ്യാറാകുകയാണ് ഈ സന്ദർഭത്തിൽ ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത്, ആവശ്യമായിട്ടുള്ളത്. ഈ CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണ നിലമ്പൂരിലെ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാനായിട്ട് മുന്നിട്ടിറങ്ങിയ ആളെ ഇപ്പോൾ സ്ഥാനാർത്ഥിയായിരിക്കുന്നു. അവിടെ തമ്മിലടി തുടങ്ങിക്കഴിഞ്ഞ് തോൽവി ഉറപ്പിച്ചിട്ടുള്ള ഒരു നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യമാണ്. അതെ, ഞാനൊരു കാര്യം പറയട്ടെ. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, UDFിനെ സംബന്ധിച്ചിടത്തോളം ഒറ്റക്കെട്ടാണ്, ഒരേ മനസ്സാണ്, ഒരുമിച്ചുള്ള തീരുമാനമാണ്. പിന്നെ കോൺഗ്രസിനകത്ത് പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് CPM സെക്രട്ടറി അദ്ദേഹം അത് കണ്ട് മനപ്പായസം ഉണ്ണേണ്ട. ആ തരത്തിലുള്ള ഒരു ധാരണയുമായി മുന്നോട്ട് പോയി. ഇപ്പോൾ തന്നെ പരാജയത്തിൻ്റെ വക്കിലെത്തി നിൽക്കുന്ന അവർ കനത്ത പരാജയത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യം ഉണ്ടാക്കാതിരിക്കുന്നതാണ് നല്ലത്. തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പ് ഫലം അവർക്ക് കൃത്യമായിട്ടറിയാം. LDF ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കില്ല. LDFിൻ്റെ തെറ്റായ നയങ്ങൾക്കെതിരെ, അവസരവാദപരമായ നയങ്ങൾക്കെതിരെ കേരളത്തിലെ ജനങ്ങൾ, നിലമ്പൂരിലെ ജനങ്ങൾ വിധി എഴുതും എന്ന തിരിച്ചറിവ് അവർക്കുണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ തരത്തിലുള്ള തെറ്റായ പ്രചാരവേലയുമായി അവർ മുന്നോട്ട് ഒരു കാര്യം കൂടെ, ഇങ്ങനെയൊക്കെ ആകുമായിരുന്നെങ്കിൽ ഈ അൻവറിനെ ഇങ്ങോട്ടേക്ക് ക്ഷണിക്കണമായിരുന്നു.
UDF-ലേക്ക്? അല്ല, ഇതൊക്കെ ഒരു രാഷ്ട്രീയ സാഹചര്യമല്ലേ. ഈ സർക്കാരിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നു എന്ന രീതിയിൽ അദ്ദേഹമാണല്ലോ വന്നത്. സ്വാഭാവികമായും ഈ സർക്കാരിനെതിരെ ചിന്തിക്കുന്നവരെ അവരുമായി ആശയവിനിമയം നടത്തുന്നതിൽ ഒരു അപാകതയുമില്ല. പക്ഷേ അദ്ദേഹം എന്താണോ പറഞ്ഞത്, എന്താണോ ലക്ഷ്യമിട്ടതായി ജനങ്ങളെ ബോധ്യപ്പെടുത്തിയത്, അതിനെതിരായ നിലപാടാണ് അദ്ദേഹം സ്വയം സ്വീകരിച്ചു വരുന്നത്. അതുകൊണ്ട് സ്വയം തിരുത്തുക, സ്വയം നിലപാട് തിരുത്തി അദ്ദേഹം മുന്നോട്ട് വരട്ടെ, എന്നിട്ട് കാര്യങ്ങൾ ഭംഗിയായി ചർച്ച ചെയ്ത് മുന്നോട്ട് പോകട്ടെ എന്നാണ്. നിലമ്പൂരിലെ വോട്ടർമാർ ഈ അൻവറിനൊപ്പം ഉണ്ട് എന്ന് അതൊക്കെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കാണേണ്ട കാര്യമാണ്. ആർക്കും എന്തും അവകാശപ്പെടാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അൻവറിനും ആ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അതൊക്കെ തെരഞ്ഞെടുപ്പ് യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സന്ദർഭത്തിൽ നടന്നു കഴിയുമ്പോൾ അതെല്ലാം കൃത്യമായിട്ട് അറിയാം. ഒരു കാര്യം കൂടെ, അതായത് ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ആന്റോ ആന്റണി ഡൽഹിയിലെത്തി കേസ് വേണുഗോപാലുമായിട്ട് ചർച്ച നടത്തി ആവശ്യപ്പെട്ടിരിക്കുന്നത് AICC സെക്രട്ടറി സ്ഥാനമാണ്. മറ്റൊരാൾ ആ സ്ഥാനത്തുള്ള ഒരാൾ വൈസ് പ്രസിഡന്റ്. ഞാൻ അതിലേക്കൊന്നും പോകാൻ ആഗ്രഹിക്കുന്നില്ല. അതേക്കുറിച്ച് എനിക്കൊന്നും അറിഞ്ഞുകൂടാ. അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് ഒരു പരാമർശം നടത്തുന്നത് ശരിയല്ല. അറിയാവുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ കൃത്യമായി ആശയങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി എല്ലാ അർത്ഥത്തിലും വൻ വിജയം നിയമസഭയിലേക്ക് അയക്കുമെന്ന്